എസ്ഐമാരായ ജെയിംസ്, അബ്ദുൽ നാസർ, SCPO KT നൌഷാദ് എന്നിവരുൾപ്പെട്ട സംഘമാണ് ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ പ്രതികളെ പിടികൂടിയത്. CCTV ഇല്ലാത്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു മോഷണം. 3 വർഷമായി ഇത്തരത്തിൽ 22ഓളം സ്ഥലങ്ങളിൽ മോഷണം നടത്തിയതായി ഇവർ സമ്മതിച്ചിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് 2 ഇടങ്ങളിലാണ് സമാന രീതിയിൽ മോഷണം നടന്നത്. പറയങ്കാട് KVVES തണൽ ഡയാലിസിസ് സെന്ററിന് സമീപം നിർമ്മാണത്തിലുള്ള മേലെടുത്ത് ഹസ്കറിന്റെ വീട്ടിൽ മോഷണം നടന്നിരുന്നു. അച്ചാർ കമ്പനിയിലെ കല്ലിടുക്കിൽ ജോയൽ ജോസഫിന്റെ വീട്ടിലും മോഷണം നടന്നു. പൂക്കോട്ടുംപാടത്തെ അറ്റകുറ്റപ്പണി നടക്കുന്ന മസ്ജിദിലും മോഷണമുണ്ടായി. വയറിംഗ് പൂർത്തീകരിച്ച സീലിംഗ് പ്രവൃത്തി ഉൾപ്പെടെ കഴിഞ്ഞ വീടുകളിലാണ് മോഷണം. കുറഞ്ഞ തുകയുടെ വയറുകളാണ് മോഷണം പോകുന്നതെങ്കിലും വീടുകളിൽ വയറിംഗ് വീണ്ടും ചെയ്യേണ്ട അവസ്ഥയാണ്. ഒപ്പം സീലിംഗ് ഉൾപ്പെടെയുള്ള ജോലികളും. ഇതിനാൽ മോഷണം പോയ സ്ഥാപനങ്ങളെക്കാൾ ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ് ഉടമകൾക്കുണ്ടായത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരെ പിന്നീട് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പിടിയിലായവരിൽ ഒരാൾ ടൈൽസിന്റെ ജോലി ചെയ്യുന്നയാളാണ്. വീടുകൾ കണ്ടുവെച്ച മോഷണം നടത്തുന്നതാണ് രീതി. എന്നാൽ പറയങ്കാടിലേതടക്കം പല കേസുകളും ഇവർ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ മോഷണം നടത്തുന്ന മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്ന സംശയവുമുണ്ട്. കേരള വിഷൻ, വണ്ടൂർ.